വാട്ട് വി ഗിവ് ഔട്ട് വി ഗെറ്റ് ബാക്ക്. എന്താണോ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അതാണ് നമുക്കും തിരിച്ചു കിട്ടുക എന്നുള്ളത്. ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമുക്ക് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നന്നാക്കണം. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. സ്നേഹം, വാത്സല്യം, നന്ദി, സഹായം, പുഞ്ചിരി, മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ഇനി ഇതല്ല, നേരെ തിരിച്ച് നമ്മൾ വിദ്വേഷം, പക, വെറുപ്പ്, അഹങ്കാരം, അസൂയ, ഇതുപോലത്തെയാണ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പാരവെക്കലോ ഇകഴ്ത്തലോ പരിഹസിക്കലോ, ഇതൊക്കെയാണ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലത്തെ, അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും രൂപത്തിലാവും നമുക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്നത് നന്നായാൽ നമുക്ക് നല്ലത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കേണ്ട സമയത്ത്, കൊടുക്കേണ്ട സാഹചര്യത്തിൽ, കൊടുക്കേണ്ട അളവിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് വിശക്കുമ്പോഴല്ലേ നമുക്ക് ഭക്ഷണം വേണ്ടത്. അപ്പോൾ നമുക്ക് വിശക്കാത്ത സമയത്ത് ഏതെങ്കിലും നേരത്ത് നമുക്ക് ഭക്ഷണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളൊരു പാവപ്പെട്ട ആൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നിന്നാവില്ല നമുക്ക് അത് തിരിച്ചു കിട്ടുക. നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ അത് മറ്റൊരുത്തനായിട്ട്, മറ്റൊരാളായിട്ട് വരുന്നത് കാണാൻ പറ്റും. കിട്ടുന്ന സമയങ്ങളൊക്കെ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, സാമ്പത്തികമായിട്ടല്ലെങ്കിൽ പോലും പല രീതിയിലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. ഒരാളുടെ ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു നല്ല സംസാരം, നല്ലൊരു വാക്ക്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ കിട്ടുന്ന സമയങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ വാഹനങ്ങൾ കൊണ്ട് പല ഭാഗത്തും പല സ്ഥലത്തും പോകുന്ന ആളുകളാണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ മുമ്പിൽ അവിടുത്തെ ആളുകൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് ആളുകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് തിരിച്ചു കിട്ടുന്നത് പല വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്ത ആളുകളിൽ നിന്ന്, വ്യത്യസ്ത സാഹചര്യത്തിൽ, വ്യത്യസ്ത സമയത്താവും തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നിരുപാധികം അൺകണ്ടീഷണലായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലത് മാത്രം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. നല്ലത് മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രൂപത്തിൽ നമുക്കത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും കൊടുക്കരുത്, ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിരാശ മാത്രമാവും ബാക്കി. അൺകണ്ടീഷണലായിട്ട്, നിരുപാധികമായിട്ട് നമ്മൾ നമ്മുടെ സമയങ്ങൾ ഉപയോഗിച്ച് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക, നല്ലത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നില്ല. അത് കൊടുക്കലും വാങ്ങലും ഒക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ സ്നേഹവും വാത്സല്യം ഒക്കെ കൊടുത്തിട്ട് അതൊന്നും തിരിച്ച് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തിരിച്ച് കിട്ടണില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ തിരിച്ച് കിട്ടാത്തതിനുള്ള 4 കാരണങ്ങളുണ്ട്. അത് നമ്മുടെ അടുത്ത വീഡിയോയിലുണ്ട്. അപ്പോൾ കാണാൻ മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.